السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الصلاة والسلام على رسول الكريم وعلى آله وصحبه ومن استنى بسنته واهتدى بهديه إلى يوم الدين. أما بعد. സഹോദരന്മാരെ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ ഇന്നലത്തെ ക്ലാസ്സിൽ ഞങ്ങൾ പഠിച്ചത് ഒരാൾ മരിച്ചെങ്കിൽ ആ മരിച്ച ആളോ മക്കളോ സ്വത്തു, അതായത് പെണ്ണുമക്കും അതേപോലെ ആൺമക്കും ആ മറിച്ച ആള് ಸೊತ್ತು ಅಯಾಳ ಮಕ್ಕಗೂ ಓದಿ ಹಾಕುಂಬೊತ್ತುಗು ಏದು ರೂಪത്തിലೈತಿക്കರು ಓದಿ ಹಾಕೋಣಾയത് എങ്ങനെത്തിക്കರು പെണ്ണുമക്കും അതേപോലെ ആൺമക്കും ഓതി കിട്ടത് ചെന്തുള്ളതാ ബിസിയ ഞങ്ങൾ കഴിഞ്ഞ ദർസിൽ കേട്ടങ്ങൈത്തിക്കറ. അപ്പൊ അതിലാർക്കും സംശയം ഇല്ല ಅಂತ ನಾ ಬೇರಿಕರ. ഇൻഷാല്ലാ ഇന്നത്തെ ക്ലാസ് ആയാൽ പിന്നെ ഇന്നലത്തെ ക്ലാസ്സും അതേപോലെ ഇന്നത്തെ ക്ലാസ് ಒಟ್ಟುಗಾಕಿತ್ತು ನೋಟ್ಸ್ ಇನ್ಶಾಲ್ಲ ನಾನು ಗ್ರೂಪಲ್ಲಿ ಕರ್ತರ ಅದ್ರ നിങ്ങൾ റെഫർ ആക്കിയാറുണ്ടെങ്കിൽ ഇൻഷാല്ല ചുമത്ത് ബിസിയ നിങ്ങൾക്ക് ക്ലിയർ ആവും. പിന്നെ അതേപോലെ പെണ്ണുമക്കളും ആണുമക്കളോ അങ്ങുള്ളതായ ഓതി അബ്ബ മറിച്ചെങ്കിൽ അല്ലെങ്കിൽ ഉമ്മ മറിച്ചെങ്കിൽ ആ മറിച്ചോ ആളോ ഓതി ഏത് ರೂಪത്തിലെത്തിക്കರು വിതരണ ആക്കുന്നായത് അതൊരു ಕ್ಯಾಲ್ಕುಲೇಷನ್ എങ്ങനെ എത്തിക്കರು ചെന്തുള്ളതും ഒരു സമ്മറി ആയിട്ട് ഇൻഷാല്ല ನಾನು ನಿಂಕು ಚೆಲ್ಲೋ ಉದ್ದೇಶಿಕರ. ചിലപ്പോ നിങ്ങൾക്ക് അത് കൺഫ്യൂഷൻ ആവും, ചിലപ്പോ നിങ്ങൾക്ക് അത് ಕ್ಯಾಲ್ಕುಲೇಷನ್ ಹಾಕುമ്പോತ್ತಿಗೂ ನಿಂಕು ಅರ್ಥ ಆಗಲ್ಲ, ಅಲ್ಲ ನಿಂಕು ಹಾಕೋಗೂ ಕಷ್ಟ ಆവും. അപ്പൊ ഞങ്ങ ಖುದ್ದು ಕ್ಯಾಲ್ಕುಲೇಷನ್ ಹಾಕೋನುಂಟು ಉದ್ದೇಶത്തിൽ ಅಲ್ಲ ಇದ್ರ ನಾನು ಕಾಟಿಯಂತುള്ളൂ ಮಾತ್ರ ಅದರ ರೂಪ എങ്ങനെ എത്തിക്കರು ചെന്ത് അരിപ്പാട്ടಗೂ ಮಾತ್ರ എത്തിക്കರು ഇൻഷാല്ല. അപ്പൊ നിങ്ങളോ ഫാമിലിരോ നിങ്ങളോ റിലേറ്റീവ്സിരോ ഇങ്ങനത്തെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടുണ്ടെങ്കിൽ, അതായത് അങ്ങനോ വാരീസിരോ സമ്പത്തിരോ ഓതി ಹಾಕಿರೋದು ഉണ്ടുണ്ടെങ്കിൽ അത് ഹൈറായതെത്തിക്കರು സ്വന്തത്തത്, അതായത് സ്വന്തം നിങ്ങമേ കണക്കാക്കിട്ട് ഓതി ಹಾಕಂಟ നിങ്ങളോ മുറ്റത്തോ പള്ളിരോ ഉസ്താദ്മാരാറുള്ളാറ്, നിങ്ങളോ ഗുർത്തത്തോ ഉസ്താദ്മാരാറുള്ളാറ് അങ്ങനൊട്ടെ കേട്ടിട്ട് നിങ്ങളോ കുടുംബത്തോ വിഷയം മർച്ചാല അവസ്ഥ ആ സ്വത്തുര വിഷയം എല്ലാം ഡിസ്കസ് ആക്കിയിട്ട് ആ ರೂಪത്തിൽ ಅದರ ಓದಿ ಹಾಕುಗು അങ്ങനോ ഒരു ഒപ്പീനിയൻ എടുക്കരുതെത്തിക്കರು ഹൈറ്. അതല്ലാണ്ട് ನಾನು ചുമ വാരീസിരോ വിഷയ മസായിൽ ഞാൻ പഠിച്ചിര അപ്പൊ ഇപ്പൊ നക്കെ എന്താക്ക ഓതി ആക്കാച്ചെന്ത് നങ്ങമേ ആക്കുക പോണ്ടದ್ರಾನ ಬೆಟರ್ എത്തിക്കರು ഞങ്ങൾ ഒരു ആലിമിങ്ങൾ ഒപ്പീനിയൻ എടുത്തിട്ട് അങ്ങനൊട്ട് കേട്ടിട്ട് ഞങ്ങൾ എതിർക്കൊണ്ടത്. ഇന്ന് ഞാൻ ചെന്നതുപോലെ ഇൻഷാല്ല ഇന്നത്തെ ക്ലാസ്സിൽ ഞങ്ങൾ ഇന്നാലത്തെ ബാക്കി ഉಳಿഞ്ഞത് ഞങ്ങൾ പഠിക്കുക. ഇന്നലെ ഞങ്ങൾ പഠിച്ചോന്ന് പറഞ്ഞത് ആൺമക്കും പെണ്ണുമക്ക ചിലപ്പോ ഫർദിയായി തങ്ങുകു അങ്ങനെ പാൽ കിട്ടു, അതായത് പെണ്ണുമക്ക മാത്രം ഉള്ളാറുണ്ടായെങ്കിൽ മറിച്ച ആളുകൾ ഒരു പെണ്ണ് മാത്രം ഒന്നുണ്ടായെങ്കിൽ ആ പെണ്ണുക്ക് മറിച്ച ആളോ പാതി സ്വത്ത് എത്തിക്കറ് കിട്ടരുത്. ആ മറിച്ച ആള് ചിലപ്പോ ഉമ്മ എത്തിക്കോ അല്ലെങ്കിൽ അബ്ബ എത്തിക്കൂ. അപ്പൊ ആ മറിച്ച ആളോ പാതി സ്വത്ത് മോലുക കിട്ടു. എങ്ങനെ ആ മോല് മാത്ത് വൃത്തിയായി തിന്നെങ്കിൽ ಬೇರೆ ಆರು ಆಣ್ಮಕ್ಕ ಇಲ್ಲ, ಬೇರೆ ಆರು പെണ്ണുമക്ക ಇಲ್ಲ ಟೈಮ್ ಮಾತ್ರ. ಇನ್ನು ಆಣ್ಮಕ್ಕ ಇಲ್ಲ മറിച്ച ആളുക്ക് ജെണ്ട് പെണ്ണുമക്കുള്ളാർ അല്ലെങ്കിൽ ജെൻഡറാണ് യാര പെണ്ണുമക്കുള്ളാർ. ഇങ്ങനത്തെ അവസ്ഥയിൽ ആ പെണ്ണുമക്കു 3 ജെണ്ട് ഓതി എത്തിക്കറ് കിട്ടരുത്, 2/3 അല്ലെങ്കിൽ അസ്സുലുസൈൻ അത് എത്തിക്കറ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ നമുക്ക് പടിപാടി തന്നത്. ഇന്ന് ഇത് ഇടയില് ഇന്റർനെറ്റ് എന്തും ഡിസ്കണക്ട് ആയിട്ടുണ്ടായെങ്കിൽ നിങ്ങളോട്ട് ഇപ്പം റിക്വസ്റ്റ് ആക്കിയുള്ള ഒരു തെല്ല് വെയിറ്റ് ആക്കൊരു ഇൻഷാല്ല കണക്ഷൻ റീ ആയിട്ട് ബണ്ട് ചിലപ്പോ ഇന്റർനെറ്റ് ഡിസ്കണക്ട് ആവും. അങ്ങനെ ആയിട്ടുണ്ടായ നിങ്ങൾ റീ എന്താക്ക ജോയിൻ ആവാം. ഇന്ന് മറിച്ചിട്ടുണ്ടായെങ്കിൽ ഒരാൾ മറിച്ചിട്ടുണ്ടായെങ്കിൽ അബ്ബ അല്ലെങ്കിൽ ഉമ്മ ആ മോലുകു നാ ചെന്നതുപോലെ ചിലപ്പോ പാതി അല്ലെങ്കിൽ 3 ജെണ്ട് ഓതിക്കിട്ടു അതുക്കുള്ളതായ കണ്ടീഷൻ എത്തിക്കറ് ആൺമക്ക ഇക്കൊകു തീരാ. ഇന്ന് ഒരു എക്സാമ്പിൾ ഞങ്ങൾ ഇന്നലെ എടുത്ത ഒരാൾ മറിച്ചിര് ആ മറിച്ച ആൾക്ക് ഉമ്മ ഉണ്ടു, വൈഫ് ഉണ്ടു, അതേപോലെ ഒരു മോളുണ്ടു. അപ്പൊ ഈ എക്സാമ്പിൾ ഞങ്ങൾ നോക്കറും ഇവിടെ മോലുകു പാതി എത്തിക്കറ് കിട്ടത്, പെഞ്ഞായിക്ക് മറിച്ചാല പെഞ്ഞായിക്ക് 8 ഓതി എത്തിക്കറ്, ഉമ്മകു 6 ഓതി എത്തിക്കറ്. ഇന്ന് ഞങ്ങൾ ഒരു പുതിയ എക്സാമ്പിൾ എടുക്ക. ഇതില് ഉമ്മകു ഉമ്മ പെഞ്ഞായി അതേപോലെ ജെണ്ട് പെണ്ണുമക്ക. അപ്പൊ നുപ്പാടുത്ത എക്സാമ്പിളില് ഒരു പെണ്ണുമക്ക. അപ്പൊ ഒരു പെണ്ണാസബിൾ എത്ര കിട്ടിത്ത്? പാതി കിട്ടിത്ത്. ജെണ്ട് പെണ്ണാസബിൾ എത്ര കിട്ടിത്ത്? പാതി കിട്ടില്ല, ബദലായിട്ട്
300 ಜಂಡು ಓದಿ ಮಾತ್ರ ಎತ್ತಿಕರು ಕಿಟ್ಟறது. ഞാൻ 300 ജണ്ട് ഓതി മാത്രമേ എത്തിക്കറി കിട്ടത്, പാതി കിട്ടില്ല. അപ്പൊ ഇതിന്റെ കാൽക്കുലേഷൻ എങ്ങനെ ആക്കുന്നത് ചെന്തും ഞങ്ങൾ ഇന്നലെ കഴിഞ്ഞ ക്ലാസ്സിൽ ഞങ്ങൾ പഠിച്ചങ്ങ എത്തിക്കറ. ಅದ್ರ LCM എടുത്തിട്ട് ಅದ್ರ ಎಂದ್ರ ಕಣಕುಂಡು ಅದು ನಂಗೆ ಎಲ್ಲಾರು ಪೆಡಿಯುಲ್ ಐತಿಕ್ರ. ಅപ്പൊ ಗೊಂತುಲ ಸಬಲ್ ನಾನು ಇನ್ನೊರ್ಕ ಅದ್ರ ಕ್ಯಾಲ್ಕುಲೇಷನ್ ಹಾಕೋಕೆ ಪೋಂಡಿಲ್ಲ. ಇನ್ಶಾಲ್ಲ ಇದು ಅರ್ಥ ಐತನ್ನ ಅಭಿಯರಿಕರ. ಇನ್ನು പെണ്ണൊട്ടു പെണ്ണൊരു ബ്രദറും ഉണ്ട്. മറിച്ച ആളുകൾ ആൺമക്കം ഉണ്ട്, അതേപോലെ പെണ്ണുമക്കം ഉണ്ട്. ഇങ്ങനെ ഉണ്ടായെങ്കിൽ എന്താ എത്തിക്കുന്ന അവസ്ഥ? ഇങ്ങനെ ഉണ്ടായെങ്കിൽ പെണ്ണുമക്കു അത് ഒരു പെണ്ണിനെങ്കും സമ, അല്ലെങ്കിൽ ഒന്നൊരാണ് യാറ പെണ്ണുമക്കെന്നെങ്കും സമ. 2 പെണ്ണ്, 3 പെൺമക്ക, 4 പെൺമക്ക, എത്ര എന്നെങ്കും സമ. അങ്ങോക്ക് എന്താ എത്തി കിട്ടില്ല, അങ്ങോക്ക് ഫിക്സ് ആയിട്ടുള്ളതായ ഒരു ഷെയർ കിട്ടില്ല. അങ്ങോക്ക് ഫിക്സ് ആയിട്ടുള്ളതായ ഷെയർ സമ്പത്ത് കിട്ടില്ല. ബദലായിട്ട് അങ്ങോക്ക് കിട്ടുന്നത് അസബത്ത് രൂപത്തിൽ എത്തിക്കറ. അസബത്ത് ചെന്നെങ്കിൽ ആ മറിച്ച ആളുക്ക് വേറെ ആറുള്ളാറ, അതായത് അയാളോ സമ്പത്ത് ഡിസ്ട്രിബ്യൂട്ട് ആ ഒരു കൂട്ടത്തിൽ ആറുള്ളാറ അങ്ങോക്ക് കൊടുത്തിട്ട് ബാക്കി എന്തൊരു ഉലിര് അതൈത്തിക്കറ് ഈ ആൺമക്കും പെൺമക്കും ഷെയർ ആക്കുന്നത്. ഉദാഹരണക്ക് ഒരാൾ മറിച്ചിര്, ആ മറിച്ച ആളുക്ക് ഉമ്മ ഉണ്ട്, ആ മറിച്ച ആളുക്ക് പെഞ്ഞയുണ്ട്, 2 ആൺമക്കുണ്ട്, 2 പെൺമക്കുണ്ട്. അപ്പൊ ഫസ്റ്റ്ക്ക് പെഞ്ഞയര ഓതി കൊടുക്കുറു, ഉമ്മക്ക് ഉമ്മറ ഓതി കൊടുക്കുറു. ബാക്കി ഉലിഞ്ഞതായ ഓതി എന്തുണ്ട ആ ഓതിരോ ആൺമക്കും പെൺമക്കും ഷെയർ ആക്കാറ്. ഏത് രൂപത്തില്? ആൺമക്കും പെൺമക്കള് ഡബിൾ ആ രൂപത്തിൽ ഷെയർ ആക്കാറ്. അതല്ലാണ്ട് ഊടെ പെണ്ണുക്ക് സുലുസൈൻ 300 ജണ്ട് ഓതി ആവട്ട്, പാതി ഓതി ആവട്ട് കിട്ടില്ല. എന്ത് കിട്ടില്ല എന്നെങ്കിൽ പെണ്ണുറൊട്ടുക ആണുമുണ്ട്, ബ്രദറുമുണ്ട്. ബ്രദേഴ്സ് ഇല്ലാത്തായപ്പ മാത്രം എത്തിക്കറ് പെണ്ണുമക്കും 1 പാതി കിട്ടുന്നത്, അല്ലാണ്ടായെങ്കിൽ ജണ്ടില് 3 കിട്ടുന്നത്. എല്ലാവർക്കും മനസ്സിലായിത്തുന്ന അഭികരിക്കര? എല്ലാവരും പിടിയെത്തുന്ന അഭികരിക്കര? ഇത്തത്തോളം ചെന്നത്തിലൊന്നും കൺഫ്യൂഷൻ ഇല്ലല്ലേ? ഇന്ന് ഒരു എക്സാമ്പിൾ അങ്ങ് നോക്കാം. നോക്കൂ, ഇവിടെ ഒരു എക്സാമ്പിളില് ഒരാൾ മറിച്ചിര്, ആ മറിച്ച ആൾക്ക് 2 ആൺമക്കും 2 പെൺമക്ക, 2 ആൺമക്കും 2 പെൺമക്ക. അപ്പൊ എങ്ങനെ എത്തിക്കറ ഓതിയാക്കുന്നത്? അപ്പൊ ഇവിടെ 2 പെൺമക്കുള്ള സബിൽ നാം ഉപ്പാടെ പഠിച്ചു തിന്ന സുലുസൈൻ എത്തിക്കൊണ്ട് കിട്ടണായത് 300 ജണ്ട് ഓതി മാത്രമാ. ഇവിടെ 300 ജണ്ട് ഓതി പെൺമക്ക കൊടുക്കുകയാവില്ല. എന്തികാവില്ല? 2 ആൺമക്ക ഉള്ള സബിലു. അപ്പൊ വേറെ ആരുമില്ല, മറിച്ച ആൾക്കാരില്ല, ഉമ്മ ഇല്ല, പെഞ്ഞ ഇല്ല, മാപ്പിളല്ല, ആരും ഇല്ല. ആ മറിച്ച ആളോ ഇപ്പൊ സമ്പത്ത് പോണ്ട ആർക്ക്? ഈ 2 ആൺമക്കും 2 പെൺമക്കും മാത്രം എത്തിക്കറ്. അപ്പൊ ഇതിനെങ്ങനെ കണക്കാക്കറോ? ഇത് ഭാരി സുലഭത്തിൽ നമുക്ക് കണക്കാക്കുക അവർ. ചുമ കഷ്ടൊന്നുമില്ല. ഏത് രൂപത്തിൽ എത്തിക്കറ്? ഫസ്റ്റ് നാ കണക്കാക്കണത് നോക്കറു, നാ ചെന്നത് പോലെ ആൺമക്കു പെൺമക്കളെ ഡബിൾ എത്തിക്കറ് കിട്ടുന്നത് അല്ലെ? ആൺമക്കുകയാണ് കിട്ടുന്നത്, പെണ്ണുമക്കളെ ഡബിൾ ആയിട്ട് ആൺമക്കു കിട്ടുന്നത്. അപ്പൊ ഇവിടെ ഞങ്ങളൊട്ട 2 ആൺമക്കുള്ളാറ് അല്ലെ? ആൺമക്ക എത്ര? 2. അപ്പൊ ഇങ്ങക്ക് ഡബിൾ കിട്ടുന്നുണ്ട്. അങ്ങനെ എന്താക്കണം? അതൊരു മൾട്ടിപ്ലൈ ആക്കണം. ജണ്ടില് മൾട്ടിപ്ലൈ ആക്കണം. എന്തിക്ക്? ഈ 2 ആൺമക്കു ഡബിൾ കിട്ടും. ഇന്ന് 3 ആൺമക്കുള്ളാറുണ്ടായെങ്കിൽ അതേപോലെ 3 into 2. 4 ആൺമക്കുള്ളാറുണ്ടായെങ്കിൽ അതേപോലെ 4 into 2. അപ്പൊ എത്ര ആൺമക്കുണ്ടെങ്കിലും അതിലെന്താക്കൊണ്ടെങ്കിൽ ഡബിൾ ആക്കണം. ഇപ്പൊ ഒരാൺമക്ക് ഒരു മോണുള്ള 1 into 2. ഇതെപ്പ മോൾ ഉണ്ടുണ്ടായെങ്കിൽ ആവല്ലേ? ഇല്ലാണ്ടായെങ്കിൽ അതെല്ലാം മോണിಗೆ പോണ്ടു. മോള് ഉള്ളാറുണ്ടായെങ്കിൽ ഡോട്ടേഴ്സ് സൺ ഒട്ടുകുള്ളാറുണ്ടായ മാത്രം. അപ്പൊ ഈ എക്സാമ്പിൾ നമുക്ക് 2 ആൺമക്കുള്ളാറ്. അപ്പൊ ഞങ്ങൾ എന്താക്കുക? അതൊരു ഡബിൾ ആക്കുക. അപ്പൊ എത്ര ഓതി ಅವರು? 2 into 2 4 ಅವರು. അതിൽ പിന്നെ ഞങ്ങൾ എന്താക്കണു? ഈ 4ഗു എത്ര പെണ്ണുമക്ക ഉള്ളാറാ അത്ര ഞങ്ങൾ ആഡ് ആക്കണു. എത്ര എത്തിക്ക് പെണ്ണുമക്കുള്ളത്? 2 അല്ലെ? 4 + 2 6. അപ്പൊ ടോട്ടൽ എത്ര ഓതി എത്തിക്കറ് നമുക്ക് കിട്ടുന്നത്? 6 ഓതി എത്തിക്കറ് നമുക്ക് കിട്ടുന്നത് അല്ലെ? ടോട്ടൽ ആ സമ്പത്തോ ഞങ്ങൾ എത്ര ഓതിയാക്ക? 6 ഓതിയാക്ക. ഉദാഹരണക്ക് ചെല്ലാണ്ടായെങ്കിൽ ഇപ്പൊ ഒരാള് മറിച്ചു പോയിട്ട്, ആ മറിച്ചു പോയ ആൾക്ക് 6 കോടി രൂപ അയാളെ സ്വത്തുണ്ട്. അയാളെ അക, അയാളെ കാറ്, അയാളെ പക്ക, അത് എല്ലാം കൂട്ടിട്ട് എത്ര ആവും? അയാളോ 6 കോടി ആസ്തി അയാൾക്കുണ്ട്. ഈ 6 കോടി എന്താക്കണമെങ്കിൽ ഇപ്പ 6 ഓതി ആക്കറ.
ആറ് ഷെയർ ആറ് ഷെയർ ആറ് ഓതി അല്ല ആറ് ഷെയർ അതായത് ആറ് ഓതി ഇൻറ്റേസ് അല്ല ഞങ്ങളെ ഭാഷയിൽ അപ്പൊ ഈ ആറ് ಓದಿರಣಂಗೆ എന്താക്കണു ജണ്ട് ആൺമക്കും ജണ്ട് പെൺമക്കും ഷെയർ ആക്കണു ജണ്ട് ആൺമക്കും ജണ്ട് പെൺമക്കും ഷെയർ ആക്കണു അപ്പൊ എങ്ങനെ എത്തിക്കറാക്കുന്നത് നാ ചെന്നത് പോലെ പെണ്ണു മക്കളെ ഡബൽ എത്തിക്കണു ആൺമക്കൾക്ക് പോണായത് പെണ്ണു മക്കളെ ഡബൽ ആൺമക്കൾക്ക് എത്തിക്കണു പോണായത് അപ്പൊ ആ കണക്കെല്ലാം നോക്കിയാൽ ടാങ്ക് എങ്ങനെ കൊടുക്ക ഇದ್ರೋ 6 ഡിവൈഡഡ് ബൈ എത്ര ಅವರು 4 അപ്പൊ എത്ര ಅವರು ഓരോ ആൺമക്കൾക്കു ജണ്ട് ജണ്ട് പോലെ പോണ്ടു അല്ലെ ജണ്ട് ജണ്ട് പോലെ പോണ്ടു അപ്പൊ ജണ്ട് പെണ്ണു മക്കൾക്കു അങ്ങಗೂ ಓರೋರು ಓದಿ പോലെ എത്തിക്കറ് പോണ്ടത് അല്ലെ ടോട്ടൽ ജണ്ട് ಓದಿ ഇದ್ರ ಡಬಲ್ എത്തിക്കണു ആൺമക്കൾക്ക് പോണായത് അപ്പൊ എത്ര 2 2 ಹ್ಯಾಂಡ್ ರೈಟಿಂಗ್ ತೆಲ್ಲು ಕಷ್ಟ ಅವರು ಕಂಪ್ಯೂಟರ್ಲ ಸಬಲು ಅರ್ಥ ಅವ್ರನ್ನ ಬೇರಿಕ್ರ ಅಪ್ಪ ಜಂಡ್ ಜಂಡ್ 4 5 6 6 ಓದಿ ಐತಲ್ಲೇ ಅಪ್ಪ ಈ ರೂಪത്തിൽ ಐತಿಕೊಂಡು ನಂಗ ಓದಿ ಹಾಕೊಂಡಾಯ್ತು ಎಲ್ಲಾರ್ಗು ಕ್ಲಿಯರ್ ಐತಾ ആർക്കും ഡൗട്ട് ഇല്ലല്ലേ ഓൺലി 2 ಸನ್ಸ್ ಇನ್ನಿಂಗ್ ಖಾಲಿ ಜಂಡ್ ಆಣ್ಮಕ್ಕ ಮಾತ್ರ ಎನ್ನಿಂಗ್ ಎಂದವರು ಖಾಲಿ ಆಣ್ಮಕ್ಕ ಮಾತ್ರ ಎನ್ನಿಂಗ್ ಈ 6 ಕೋಟಿ ಎಂದವರು ಜಂಡ್ ಮಕ್ಕಗೂ ಪೋಂಡು ಅಪ್ಪ ಎತ್ತರ ಓರೊರ್ತಗೂ 3 ಗಿಟ್ರು ഓരോരോ ആൺമക്കൾക്കും 3 കിട്ടും എപ്പ കാലി ആൺമക്ക മാത്രം ഉള്ളാറുണ്ടായെങ്കിൽ പെൺമക്ക ഇല്ല കാലി ആൺമക്ക ഉള്ളാറുണ്ടായെങ്കിൽ ജണ്ടാൾക്ക് സമമായിട്ടുള്ളതായ പാൽ പോണ്ടു 3 അതിൽ ആൺമക്ക വലിയ മൂണാവട്ട് ചെറിയ മൂണാവട്ട് ഒരാണ് നെയ്ച്ചോന്തുള്ളാള് ഇന്നൊരു ചെറിയ കിടാവു ആണ് ഏത് കണക്കാക്കിയെങ്കും എങ്ങനെ ഇന്നെങ്കും ആൺമക്ക ಅಂಟಾയെങ്കിൽ അങ്ങുക്ക് എന്താവും സമാ ഓതി കിട്ടു അതല്ലാണ്ട ഇപ്പൊ ഉദാഹരണക്ക് മറിച്ചോൽ പിന്നെ ജണ്ട് ആൺമക്ക മാത്രമുള്ളാറ് മറിച്ചാൾക്ക് ഒരു മോണു വലിയ മോണു മങ്ങിലൈത്ത് നെയ്ച്ചോന്തുള്ള മോണു ಇನ್ನೊರು മോണു ചെറിയ കിടാവും അപ്പൊ വലിയ മോണത്തിൽ യാർ ഓതി എടുത്തിട്ട് ഞാൻ ചെറിയ മോണ്ട ബൽത്ര ചെന്നെങ്ക അവര ഇല്ല ചെറിയ മോനുകും ഈക്വൽ ആയിട്ടുള്ളതായ ഷെയർ കൊടുക്കണു അതെ ഈക്വൽ ആയിട്ടുള്ളതായ ഷെയർ എത്തിക്കൊണ്ട് കൊടുക്കണ ജണ്ട് ആൺമക്ക മാത്രം ഉള്ളാറുണ്ടായെങ്കിൽ ಹಿಡಿತಲ್ಲೇ അപ്പൊ ഈ 6 കോടി ഉണ്ട് അതൊരു 3 കോടി ഐത്തിക്ക് നമുക്ക് ഷെയർ പോണ്ടത് ഏതെങ്കിലും അതേപോലെ 3 ആൾമാരുള്ളാറുണ്ടായെങ്കിൽ ഇപ്പൊ 3 ആൺമക്ക ഉള്ളാറുണ്ടായെങ്കിൽ ജണ്ട് 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 ഈക്വൽ ആയിട്ടുള്ളത് പോണ്ടു 4 ആൺമക്ക ഉള്ളാറുണ്ടായെങ്കും ഈക്വൽ ആയിട്ട് പോണ്ടു 5 ആൺമക്ക ഉള്ളാറുണ്ടായെങ്കും ഈക്വൽ ആയിട്ട് പോണ്ടു അപ്പൊ എങ്ങനെ ഉണ്ടെങ്കും അങ്ങു ഈക്വൽ ആയിട്ടുള്ളതായ ഷെയർ ഐത്തിക്ക് പോണ്ടത് ആൺമക്ക മാത്രം ഉള്ളാറുണ്ടായെങ്കിൽ ಅದ್ರೊಟ್ಟಿಗೂ ಪೆಣ್ಣು ಮಕ್ಕ ಬಂತುಂಟಾಯಂಗ್ ಅವಡೆಂದವರು ಮಿಸ್ಲು ಹದ್ದಿಲ್ ಉನ್ಸಯೇನ್ ಚೆನ್ನಂಗ್ പെണ്ണ് മക്കളെ ഷെയർ ഡബിൾ ಐತಿಕ್ರು ആൺമക്കു കിട്ടത് ക്യാഷ് മാത്രം വാല്യൂ ആക്കണം ഇല്ല എല്ലാ മർച്ചിപ്പോയോ ആള് സമ്പത്ത് എന്തെല്ലാം ഉണ്ടാ അതിൽ വാല്യൂബിൾ ആയിട്ടുള്ളത് എന്തെല്ലാം ഉണ്ട് അത് എല്ലാം ആക്കണം അത് ക്യാഷ് ಐತಿಕ್ಕು അല്ലെങ്കിൽ ಬಂಗಾರ ಐತಿಕ್ಕು അല്ലെങ്കിൽ അക ಐತಿಕ್ಕು ഷോപ്പ് ಐತಿಕ್ಕು ವೆಹಿಕಲ್ಸ್ ಐತಿಕ್ಕು അല്ലെങ്കിൽ എന്തെല്ലാം ആ ആളോ വാല്യൂബിൾ ആയിട്ടുള്ളതായ ബസ് എന്തെല്ലാം ഉണ്ടാ അതായത് ബിത്തെങ്ക് കാസ് കിട്ടുന്നതായ ബസ് എന്തെല്ലാം ഉണ്ടാ അത് എല്ലാത്തിലും വാല്യൂ കണക്കാക്കണം ಅದೆಲ್ಲಾತ ವ್ಯಾಲ್ಯೂಮ್ ಕಣಕಾಕಿಟ್ಟು ಐತಿಕ್ಕೊನು ಶೇರ್ ಹಾಕೋಣಾಯ್ತು ചിലപ്പോ ഔത്ര ഫർണിച്ചർ സിക്കു അല്ലെങ്കിൽ അക ഇക്കു കാർ ഇക്കു പക്ക ഇക്കു ഇതെല്ലാം കൂട്ടിത്ത് ഒരു ಎಂದ್ರೋ കണക്കೈತಿക്കൊണ്ട് എടുക്കണായത് അതിൽ പിന്നെ ಬೇರೆ മസായിലുണ്ട് ഉദാഹരണക്ക് ഇപ്പ ആ മക്ക ഉദാഹരണ ജണ്ട് ആൺമക്ക മാത്രമുള്ളാറ് അങ്ങനെ ഇടയില് പരസ്പരം ഒപ്പന്താക്കിയിട്ട് ഷെയർ ആക്കിയാറ് പരസ്പരം മനസ്സൊപ്പിക്കാക്കിയിട്ട് ഒപ്പിಗೆ കൊടുത്തിട്ട് ഷെയർ ആക്കിയാറ് ഈ കാറിനക്ക് ഈ ಎಂದ್ರೋ ಬಾಣ್ಯನക്ക് അല്ലെങ്കിൽ അകനക്ക് അങ്ങനെ ആക്കിയാറ് അങ്കു ಬೇರೆന്തും അതിൽ ഇഖ്തിലാഫ് ഇല്ലാണ്ടായി അത് ജായിസ് ഉണ്ടായിട്ടിക്കറ് ചില ഉലമാക്കന്മാർ ചെല്ലുന്നത് പാർട്ട്ണർഷിപ്പ് മസായിൽ ഇൻഷാല്ല അത് പിന്നത്തെ ക്ലാസ്സിൽ ഞങ്ങൾ പഠിക്കുക പാർട്ട്ണർഷിപ്പ് ഉണ്ടുണ്ടായെങ്കിൽ ആ മറിച്ചോ ആലോ ഓതി എങ്ങനെ എത്തിക്കറി പോണ്ടത് അത് സുലഭ എത്തിക്കറി ഉദാഹരണക്ക് ഒരാള് പാർട്ട്ണർഷിപ്പിൽ ബാണിയാക്കി എന്തുണ്ടു അപ്പൊ അയാൾ മറിച്ചിട്ട് അയാൾ മക്കൾക്കു ആ പാർട്ട്ണർഷിപ്പ് ഓതി എങ്ങനെ കിട്ടു
ಈ ಅಬ್ಬ ಇನ್ವೆಸ್ಟ್ ಆಗಿ ಅಮೌಂಟ್ ಎತ್ತರುಂಡ ಆ ಪಾರ್ಟ್ನರ್ಶಿಪ್ ಅದೇ ಓದಿ ಐತಿಕರ್ ಕಿಟ್ಟರದು ಅಪ್ಪ ಆ ಪಾರ್ಟ್ನರ್ ಆರುಲಾರ അങ്ങോട്ടൊക്കെ ചെല്ലോണു നണ്ട അബ്ബ ഇട്ടതാ ഇൻവെസ്റ്റ്മെന്റ് എന്തുണ്ടോ അല്ലെങ്കിൽ പ്രോഫിറ്റ് എന്തുണ്ടോ അതിന് നമുക്ക് റിട്ടേൺ തരും അല്ലെങ്കിൽ ഞങ്ങൾ ಅದಕ್ಕೆ ജോയിൻ ആവറ അങ്ങനെ ഏത് രൂപത്തിലായെങ്കിലും ആ അബ്ബ മറിച്ച ആള് ഇട്ടതായോ പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് എത്രണ്ടോ അതേ കണക്കിലായിത്തിക്കറ് അങ്ങു ഷെയർ പോണ്ടത് അപ്പൊ ഇത് ഒരു മസാലയിത്തിക്കറ് നാം ഇന്ന് ഇൻഷാല്ല ഞങ്ങൾ നോക്കുക ಇನ್ನೊരു എക്സാമ്പിൾ എടുക്കുക അപ്പൊ ഞങ്ങൾക്ക് ഇന്നും തെല്ല് യാറെ ക്ലിയർ ആവും ഒരു മോണും 3 ഡോട്ടേഴ്സ് ഷെയർ അല്ലെ ഒരു മോണും 3 ഡോട്ടേഴ്സ് ഷെയറും ഇതേപോലെ എത്തിക്കറ് ഇത് ജസ്റ്റ് ഞാൻ ഒരു എക്സാമ്പിൾ ചെന്നോ നിങ്ങൾ ഏത് കണക്ക് എടുത്തെങ്കിലും അതേപോലെ എത്തിക്കും ജസ്റ്റ് ഞാൻ ഒരു മോണും എന്തോ 1 സൺ അതേപോലെ 3 ഡോട്ടേഴ്സ് ഇതിലൊരു എക്സാമ്പിൾ ഞാൻ എടുക്കറേൻ അപ്പൊ ഇതിൽ നോക്കൂ ഒരു മോണും 3 ഡോട്ടേഴ്സ് മാറുള്ളാറുണ്ടായെങ്കിൽ ഇതിലെ എക്സാമ്പിൾ എങ്ങനെ എത്തിക്കറ എടുക്കുന്നത് ആ ചെന്നതുപോലെ ഫസ്റ്റ് എന്തോ ഞങ്ങൾ ഇതിലെ ഡബിൾ ആക്കണം അല്ലെ ആൺമക്കളാണെങ്കിൽ ഡബിൾ ആക്കണം ഡബിൾ ആക്കിയിട്ട് എത്ര കിട്ടും നമുക്ക് ആൻസർ 1 into 2 2 പ്ലസ് ഞങ്ങൾ എന്താക്കണം ഇവിടെ 3 പെണ്ണ് മക്കൾ ജോയിൻ ആക്കണം ಇದಕ್ಕೆ ഷെയർക്ക് ജോയിൻ ആക്കണം പ്ലസ് 2 + 1 3 ഈ 3 ഓർഡർ കിട്ടിയോ 3 പെണ്ണ് മക്ക 2 ഓർഡർ കിട്ടിയോ 1 ഒരെണ്ണം ഡബിൾ ആക്കിയ അപ്പൊ ടോട്ടൽ ആൻസർ നമുക്ക് എത്ര കിട്ടി 2 + 3 5 2 + 3 എത്ര ആവും 5 ആവും അപ്പൊ ഈ 5 ഷെയർ ಐತಿക്കರು ಎಂದ್ರೋ ಈ 5 ഷെയർ ഞങ്ങൾ ആണുകും പെണ്ണുകും ഓതി ಹಾಕರ അപ്പൊ ഈ 5 ഷെയർ എങ്ങനെ ഓതി ಹಾಕರು ಈ 5 ഷെയർ ಎಂದ್ರವರು ಡಿವೈಡೆಡ್ ಬೈ 5 ಅವರಪ್ಪ ಓರೋರು ಓದಿ ಪೊಲೆ ಐತಿಕ್ಕರು കിട്ടறது ഈ ഓരോരു ഓതി പെണ്ണു മക്കൾക്കു കിട്ടു അപ്പൊ 3 പെൺമക്കുള്ളവരുണ്ടായെങ്കിൽ 3 ഓതി കിട്ടു ബാക്കി ഉള്ളത് എത്ര ജണ്ട് അപ്പൊ ഈ ജണ്ട് ഓതി ആണ് കിട്ടു എന്തിക്ക് മിസ്ലു ഹദ്ദിൽ ഉൻസയേൻ പെണ്ണു മക്കൾക്ക് ഒരു ഓതി ഉണ്ടായെങ്കിൽ ആൺമക്കൾക്ക് ജണ്ട് ഓതി അല്ലെ സമവരല്ലേ ആണുക്ക് ജണ്ട് ഓതി ബാക്കി ഉലിഞ്ഞത് 3 ആ 3 ഓതിയും 3 പെൺമക്കൾക്ക് ഒന്നൊന്നൊന്നായിട്ട് പോണു അപ്പൊ ആൺമക്കും പെൺമക്കും ഒട്ടുകൊള്ളാറുണ്ടായെങ്കിൽ എപ്പം ഞങ്ങൾ ജാഗ്രത ആക്കണം എന്തോ എപ്പം ഞങ്ങൾ എന്താക്കണു ಡಬಲ್ പോണ്ടാച്ച് ಅಂತ ನಂಗೆ ಟ್ಯಾಲಿ ಹಾಕೋಣ പിടിയത്തല്ലേ ആൺമക്കൾക്ക് എപ്പം പെൺമക്കൾ ഡബിൾ ആവണം ഇവിടെ നോക്കൂ ഡബിൾ ആയി 5 ഷെയർ ആയിത്തിക്കർ നമുക്ക് കിട്ടത് ഈ 5 ഷെയറിൽ 2 ഷെയർ മോണുക്ക് പോണ്ടു അല്ലെ 3 പെൺമക്കൾക്ക് 1 1 1 പോലെ കിട്ടും അപ്പൊ പെൺമക്കൾ ഡബിൾ ആയിത്തിക്കർ ആൺമക്കൾക്ക് കിട്ടിയത് 3 ഡബിൾ 6 അങ്ങനെ കണക്കാക്കണ്ട ഒരു പെണ്ണ് കണക്ക് എത്ര 1 ಅದ್ರ ಡಬಲ್ ಜಂಡ್ ಆ ಜಂಡ್ ಐತಿಕ್ರು ഒരു 3 കിട്ടறது ക്ലിയർ ആയിത്തല്ലേ ക്വസ്റ്റ്യൻ കേട്ടാൽ ഇത് ക്ലിയർ ആയിട്ട് ഞാൻ വിവരിക്കാം ഇൻഷാ അല്ലാഹ് ಇನ್ನೊരു എക്സാമ്പിൾ അങ്ങ് നോക്കുക ഇൻഷാ അല്ലാഹ് ಇನ್ನೊരു എക്സാമ്പിൾ അങ്ങ് നോക്കുക ഇവിടെ കാലി ആൺമക്കളും പെൺമക്കളും മാത്ര ഇന്ന് മറിച്ച ആൾക്ക് ಇನ್ನೊരു സംബന്ധി ഉണ്ടുണ്ടായെങ്കിൽ ഉദാഹരണക്ക് ഉമ്മ ഉണ്ടുണ്ടായെങ്കിൽ ഇപ്പൊ എന്തൈತಿക്കറ് മസാല ഇപ്പൊ എങ്ങനെ എത്തിക്കറ കണക്കാക്കറോ നോക്കറു ഇതും ചുമ ഈസി എത്തിക്കറ് കണക്കാക്കറത് ചുമ കഷ്ടൊന്നുമില്ല ഉമ്മറോ ഓതി എത്ര അത് ഖുർആനിൽ ഓൾറെഡി മെൻഷൻ ആക്കിയത് 6 ഒരു ഓതി എത്തിക്കറ് ഉമ്മറത് അസുദുസ് അപ്പൊ മറിച്ച ആൾക്ക് ഒരു ഉമ്മ ഉണ്ടു 3 ആൺമക്കുള്ളാറ് 4 പെണ്ണുമക്കുള്ളാറ് ഇപ്പൊ എങ്ങനെ ഓതിയാക്കറോ ഫസ്റ്റ് എന്താക്ക ನಾನು ಪಾಠ ಎಂದ್ರ ಮೆಥಡ್ಸ್ ಅಂತಿನ್ನ ಅದೇ ಮೆಥಡ್ ನಂಗೆ ಫಾಲೋ ಆಕ್ಕ എങ്ങനെ 3 ആൺമക്ക അല്ലെ 3 ആൺമക്ക ഈ 3 ആൺമക്കളാണെങ്കിൽ എന്താക്ക ഡബിൾ ആക്ക ഫസ്റ്റ് അങ്ങ് എപ്പം ഡബിൾ ആക്കണം ടോട്ടൽ എത്ര കിട്ടും 3 into 2 6 ഇന്നെന്താക്കൊണ്ടങ്ങ പെൺമക്കൾ ഷെയർ ആഡ് ആക്കണം എത്ര എത്തിക്കറ് പെൺമക്കൾ ഷെയർ 4 ഷെയർ എത്ര അവരപ്പ 6 + 4 10 ഇത് ಬೇರೆ ಮೆಥಡ್ಲು ಹಾಕೋಗ ಅವರು ನಾನು ಸುಲಭ ಐತುಲ್ಲದ ಮೆಥಡ್ ಐತಿಕ್ಕರು ಹಾಕಿಂತುಲ್ಲದು 3 into 2 6 ಡಬಲ್ ಹಾಕಿಯಪ್ಪ ನಂಗೆ 6 ഷെയർ കിട്ടു പ്ലസ് 4 ഷെയർ പെണ്ണുമക്കളത് ഒട്ടു ನಂಗೆ ആൻസർ എത്ര ಐತಿക്കറ് കിട്ടിയത് 10 ഷെയർ ಐತಿക്കറ് കിട്ടിയത് ഇപ്പൊ ഈ 10 ഷെയർ ನಂಗೆ എന്താക്കണു ചെന്നെങ്കിൽ ഈസി ആക്കിയിട്ട് ನಂಗೆ ಹಾಕೋ പോണ്ടാണ്ടായെങ്കിൽ ഈ 10 ഷെയർ മൾട്ടിപ്ലൈ ആക്കണം ഈ 10 ഷെയർ എന്താക്കണു മൾട്ടിപ്ലൈ ആക്കണു ഏതൊട്ടു മൾട്ടിപ്ലൈ ആക്കണു ഉമ്മറ ഷെയർ എത്ര ഉണ്ട് ഇവിടെ 1/6 അപ്പൊ അതൊരു ഡിനോമിനേറ്റർ ഈ 6 ഒട്ടുക്ക് മൾട്ടിപ്ലൈ ആക്കണം
ಹಿಡಿಯುತ್ತಲೆ 10 into 6 ಎತ್ತರ ಐತಿಕ್ರ ಆನ್ಸರ್ 10 into 6 ಎಸ್ ಈಸಿ ಆನ್ಸರ್ ಅಲ್ಲೇ 60 ಆನ್ಸರ್ ಎತ್ತರ 60 ಅಪ್ಪ ಟೋಟಲ್ ಶೇರ್ ನಂಕು ಎತ್ತರ ಐತಿಕ್ರ ಕಿಟ್ಟಿಯದೂಡೆ 60 ಶೇರ್ ಐತಿಕ್ರ ನಂಕು ಟೋಟಲ್ ಐತಿ ಕಿಟ್ಟಿರೋ ಎತ್ತರ ಶೇರ್ 60 ಶೇರ್ ಐತಿಕ್ರ ನಂಕು ಟೋಟಲ್ ಐತಿ ಕಿಟ್ಟಿಯೋ ഈ 60 ഷെയർ ഈ മൂന്നാല് ഓതി ആക്കണം ഇപ്പൊ നോക്കൂ ഈ 60 ഷെയർ ഞങ്ങൾ ഫസ്റ്റ് 6 കൊടുക്ക ഉമ്മ കൊടുക്ക എത്ര എത്തിക്കറ് 6 1 6 10 60 അപ്പൊ ഉമ്മക്ക് എത്ര ഷെയർ ಎಲ್ಲ ಮ್ಯಾಥಮೆಟಿಕ್ಸ್ ಗೊಂತು ಬೇಣು ಅಪ್ಪ ನಾವು ಚೊಮ್ಮೆ ಈಸಿ ಅವ್ರು ನಾ ಚೆನ್ನದುപോലെ ಇದನ್ನ ಜಸ್ಟ್ ನಿಂಕು ಕಾಟೋಗು ಮಾತ್ರ ಎತ್ತಿಕ್ರ ಹಾಕಿ ಅಂತುಳ್ಳದು നിങ്ങൾക്ക് ചിലപ്പോ ഇത് അർത്ഥാവ് ചിലപ്പോ അർത്ഥാവാണ്ടിക്കു അപ്പൊ അർത്ഥ ಐತಿಲ್ಲ ಅಂತ ನಿಂಗ ഇൻഷാല്ലാ ആ വിഷയത്തിലൊന്നും ടെൻഷൻ ആക്കണ്ട ആവല്ലേ ಅರ್ಥ ಐತಿಂಟಾಂಗ್ ಅಲ್ಹಮ್ದುಲಿಲ್ಲ ಅರ್ಥ ಐತಿಲ್ಲ ಅಂಟಾಂಗುം ಬೆಲೆ ವಿಷಯ ಅಲ್ಲ ಓಕೆ ಅಪ್ಪ ಒಮ್ಮೊಗು ಕಿಟ್ರದ ಶೇರ್ ಎತ್ರ ಐತಿಕ್ರು 10 ಶೇರ್ ರೈಟ್ 10 ಶೇರ್ ಐತಿಕ್ರು ಒಮ್ಮೊ ಕಿಟ್ರದ 60 ಎಂದಿಗೆ 6/1 1/6 10 ಶೇರ್ಸ್ ಐತಿಕ್ರು ಬಾಕಿ ಉಳಿದ ಎತ್ತರ ಶೇರ್ ನಾಗೊಳಟ 50 ಶೇರ್ಸ್ ಅಲ್ಲೇ 50 ಶೇರ್ ಐತಿಕ್ರು ನಾಗೊಳಟ ಬಾಕಿ കിട്ടിയത് 50 ആവാ എഴുതിയത് തെല്ല് 50 പോലെ കാണാല ആയെങ്കും അത് 50 ಅಂತ നിങ്ങൾ കണക്കാക്കോർ അപ്പൊ 50 ഷെയർ ഞങ്ങളൊട്ട് ബാക്കിയാവും ഈ 50 ഷെയറോ 3 ആൺമക്കും 4 പെൺമക്കും കൊടുക്കണം എങ്ങനെ കൊടുക്ക ഈ 50 ഷെയർ ഞങ്ങൾ എന്താക്കണു 10 ഡിവൈഡ് ആക്കണു എന്തിക്ക് ഞങ്ങൾ 10 എടുത്തോ എന്തിച്ചാൽ ഞങ്ങൾക്ക് ഫസ്റ്റ് കിട്ടിയ ഷെയർ എത്ര 10 എവിടെ നോക്കൂ ഞങ്ങൾക്ക് ടോട്ടൽ കിട്ടിയ ഷെയർ എത്ര 10 ഷെയർ 3 ആൺമക്കൾ ഞങ്ങൾ ഡബിൾ ആക്കിയ 6 കിട്ടിത്ത് പ്ലസ് 4 പെൺമക്കൾ ഞങ്ങൾ ജോയിൻ ആക്കിയ ടോട്ടൽ എത്ര ഷെയർ ഞങ്ങൾക്ക് കിട്ടിയോ 10 ഷെയർ എത്തിക്കറി കിട്ടിയത് അപ്പൊ ഈ 50 ഉമ്മക്ക് കൊടുത്തു ബാക്കി ഉലിഞ്ഞതായോ 50 എന്താക്കണ 10 ഷെയർ ആക്കറ അല്ലെ ആ 10 ഷെയർ ആക്കിയപ്പ ഓരോ ഷെയർ എത്ര കിട്ടു 10 ഷെയർ ആക്കിയപ്പോ ഓരോ ഷെയർ എത്ര കിട്ടു ഓരോ ഷെയർ ആൻസർ ആക്കോറു 5 മാഷാ അല്ലാ ബാറക്കല്ലാഹു ഫീക്കും മാത്സിൽ ഉഷാറിനകത്ത് ക്വിക്ക് ആയിട്ട് ആൻസർ ആക്കാം അല്ലെ അഫ്വാൻ ഓരോ ഷെയർ 5 ಐತಿಕ್ರು ಬಂಡದು ಅಪ್ಪ ಇಂಗನೆ ಓರೋ ಶೇರ್ 5 ഉണ്ടായെങ്കിൽ പെണ്ണുമക്കൾക്ക് 4 ആളുള്ളാർ അപ്പൊ 4 ആൾക്ക് എത്ര ഷെയർ ആവും പെണ്ണുമക്കൾക്ക് ഒരേ ഷെയർ അല്ലേ ഞങ്ങൾ ഡബിൾ ആക്കിത്തില്ല പെണ്ണുമക്കൾക്ക് ഒരേ ഷെയർ ನಾವು കൊടുക്കറോ യെസ് പെണ്ണുമക്കൾക്ക് 20 ഷെയർ ആവും പെണ്ണുമക്കൾക്ക് എത്ര ഷെയർ ആവും 20 ഷെയർസ് ಐತಿಕ್ರು പെണ്ണുമക്കൾക്ക് കിട്ടുന്നത് അപ്പൊ ഈ പെണ്ണുമക്കൾക്ക് എത്ര കിട്ടു 5 ഷെയർ കിട്ടു 5 5 5 5 നാം ഒട്ടുകു 20 ഷെയർ ഈ 5 ഡബിൾ ആക്കണം എന്ത് വെച്ചാൽ ആൺമക്കൾക്ക് എത്ര കിട്ടോ പെണ്ണുറ ഡബിൾ മിസ്ലു ഹദ്ദിൽ ഉൻസയീൻ അപ്പൊ ഡബിൾ ആക്കിയ 3 ആൺമക്കൾക്ക് എത്ര കിട്ടണു 10 കിട്ടണു ടോട്ടൽ എത്ര ಐತು 30 ಟೋಟಲ್ ಎತ್ತರ ಐತೆ 30 ಟೋಟಲ್ ಹಾಕೋರೋಲ್ಲ 30 + 20 ಎತ್ತರ 50 ಟ್ಯಾಲಿ ಐತಲೆ 30 + 20 50 അപ്പൊ എല്ലാവർക്കും അങ്ങലങ്ങല ഓതി കിട്ടിത്ത് ചൊമ്മ സുലഭത്തിലുള്ളതായ ഒരു കാൽക്കുലേഷൻ ಐತಿಕ್ರು ഈ കാൽക്കുലേഷൻ അങ്ങ് പഠിച്ചാൽ ചൊമ്മത്തെ മസാല എന്താക്ക നഗമേ അവത്തുൽ ക്ലാരിഫൈ ആക്കുക ಅವರು ಬಟ್ റദ്ര മസാല എന്തുണ്ട് ഔൾര മസാല എന്തുണ്ട് അത് ഞങ്ങൾ പഠിക്കണായിരിക്കും ഇൻഷാല്ലാ അത് ഞങ്ങൾ ಇದಕ್ಕೆ മുന്നത്തെ ക്ലാസ്സിലും പഠിച്ചിര ഇന്നും ഒരു റിവിഷൻ ഞങ്ങൾ ആക്കുക ആ വിഷയത്തില് ಮಾತ್ರ ಇತ್ತರದೋಳ ಚೆನ್ನದು ಎಂದಲ್ಲ ಅಂತ ನಿಂಗೆ ಅರ್ಥ ಐತನ್ನ ಬೇರಿಕ್ರ ಅಲ್ಲೇ ആർക്കെങ്കിലും ഇതിലെന്താ ഡൗട്ട് ഉണ്ടോ ഏത് രൂപത്തിൽ അങ്ങ് ഇത്ര ഡിവൈഡ് ആക്കി വെച്ചെന്നുള്ളതായ വിഷയത്തിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ ചുമ്മാ ഈസി ആയിട്ടുള്ളതായ കാൽക്കുലേഷൻ എത്തിക്കറ ನಾ ಇನ್ನೊರ್ಕ ರಿಪೀಟ್ ಹಾಕ್ರ ನಿಂಗು ആർക്കെങ്കിലും മിസ് ആയിട്ടുണ്ടായെങ്കിൽ നോക്കൊരു ഫസ്റ്റ് ನಂಗೆ എന്താക്കിയ 3 ആൺമക്കളെ ഷെയർ എടുത്തിട്ട് ನಂಗೆ ಅದ್ರ ಜಂಡಿಗೆ ಎಂದ್ರಾಕಿಯ ಡಬಲ್ ಹಾಕಿಯ ಮಲ್ಟಿಪ್ಲೈ ಹಾಕಿಯ ಎಂದಿಗೆ ಡಬಲ್ ಹಾಕ್ರು ಎಂದ ആൺമക്കൾക്കും പെൺമക്കളെ ഡബൽ ಐತಿക്കറി കിട്ടുന്നത് അല്ലേ അപ്പൊ നമുക്ക് 6 ഷെയർ കിട്ടിത്ത് അതിൽ പിന്നെ ನಂಗೆ എന്താക്കിയ പെണ്ണുമക്കളെ 4 ഷെയർ ജോയിൻ ആക്കിയ അപ്പൊ ഒട്ടുಗೆ എത്ര ഷെയർ നമുക്ക് കിട്ടു 10 ഷെയർ കിട്ടു അല്ലേ
ഈ 10 ഷെയറിനോ ನಂಗೆ എന്താക്കണു ഫസ്റ്റ് ഉമ്മക്ക് കൊടുക്കണം ഉമ്മറോ 6 ഓതി കൊടുക്കുന്നുണ്ട് അതിപ്പോ ನಂಗೆ എന്താക്കിയ ഈ 10 ഷെയറിനോ 6 മൾട്ടിപ്ലൈ ആക്കിയ അപ്പൊ 60 ഷെയർ ആയിട്ട് ഈ 60 ഷെയറിൽ 10 ഷെയർ ഉമ്മക്ക് കൊടുത്ത ഉമ്മറ കണക്ക് അങ്ങനെ എത്തിക്കറ് ഓക്കെ 10 ഷെയർ ഉമ്മക്ക് കൊടുത്തോൾ പിന്നെ ബാക്കി ഞങ്ങളൊട്ട് 50 ഷെയർ ഉള്ളിരും ഈ 50 ഷെയർ ഞങ്ങൾ 3 പെൺമക്കും 3 ആൺമക്കും 4 ആൺമക്കും ഡിവൈഡ് ആക്കുക അപ്പൊ ഈ 50 ഷെയർ ഞങ്ങൾ എന്താക്കണു 10 ഡിവൈഡ് ആക്കണം എന്ത് 10 ഷെയർ എത്തിക്കറ് നമുക്ക് കിട്ടിയത് ഉമ്മറ ഈ 6 ഷെയർ ബുട്ടെങ്ക് നമുക്ക് കിട്ടുന്ന 10 ഷെയർ എത്തിക്കറ് അപ്പൊ ഈ 10 ഞങ്ങൾ എന്താക്കിയ ഡിവൈഡ് ആക്കുമ്പോഴത്തേക്കു നമുക്ക് കിട്ടിയ ആൻസർ എത്ര എത്തിക്കറ് ഓരോ ഷെയർ 5 പോലെ എത്തിക്കറ് ഓരോ ഷെയർ 5 പോലെ അപ്പൊ പെൺമക്ക ഓരോ ഷെയർ ആയസബ്ലു ഈ 4 പെൺമക്കു 5 ആക്കിട്ട് കൊടുക്കുറ ആൺമക്കു പെൺമക്കളെ ഡബിൾ ആയസബ്ലു 10 കൊടുക്കുറ ക്ലാരിഫൈ ആയിത്തല്ലേ ക്ലിയർ ആയിത്തല്ലേ ചൊമ്മ ഈസി ആയിട്ടുള്ളതായ ഒരു മസാല എത്തിക്കറ് ഇത് ആൺമക്കളതും അതേപോലെ പെൺമക്കളത് ഇൻഷാല്ല ഇതില് എപ്പത്തുക്കും റദ്ദറ മസാല വേണ്ടില്ല എക്സ്ട്രാ എപ്പം ഇതിൽ ഉലില്ല ആൺമക്ക ബന്നാറുണ്ടായെങ്കിൽ അവിടെ എക്സ്ട്രാ മൂലില്ല അതേപോലെ ഷെയർ കൊറടിയും ആവില്ല എന്ത് വെച്ചാൽ ആൺമക്ക എല്ലാ തവണ യാറ ഷെയർ എടുക്കറങ്ങ എത്തിക്കറാറ് ഓക്കെ ഇതിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടാ അല്ല ആർക്കെങ്കിലും വേറെ ഏതെങ്കിലും എക്സാമ്പിൾ ആക്കണ നിങ്ങൾക്ക് ഇത് അർത്ഥമായിട്ടില്ലെങ്കിൽ ഇന്നർക്ക് ഏതെങ്കിലും ഒരു എക്സാമ്പിൾ അങ്ങ് ആക്കാം ആർക്കെങ്കിലും ഏതെങ്കിലും ഒരു എക്സാമ്പിൾ ഉണ്ടുണ്ടാ നിങ്ങൾ ചെല്ല ഇൻഷാല്ല 5 minutes ടൈം ഉണ്ട് ഒരു എക്സാമ്പിൾ ഓൾറെഡി ഒരാള് ചെന്നറുടെ മേല് 2 ഡോട്ടറും 2 സണ്ണ് ഒരു സ്റ്റെപ്പ് മോം വിതൗട്ട് കിഡ്സ് അപ്പൊ ഇതേ കണക്ക് എത്തിക്കറ് സ്റ്റെപ്പ് മോം ചെന്നെങ്കിൽ ഉമ്മ അപ്പൊ ഉമ്മ ചെന്നെങ്കിൽ എന്തോ മർച്ചോ ആലോ വൈഫ് അല്ലെ മർച്ചോ ആലോ വൈഫ് ഉണ്ടായെങ്കിൽ ആ വൈഫ്ക്ക് 1/8 എത്തിക്കറ് കിട്ടുന്നത് ആ വൈഫ് കിട്ടുന്നത് 1/8 അപ്പൊ ഈ 1/6 എടുത്തിട്ട് എന്താക്ക 1/8 ആക്ക 1/8 ആക്കിയിട്ട് മുപ്പാട്ട് ഞങ്ങൾ ഡിവൈഡ് ആക്കിയ എങ്ങനെ ഞങ്ങൾ മസാല എടുത്ത അതേപോലെ ഞങ്ങൾ എടുത്തിട്ട് ആക്കുക സാധ്യമാവും എങ്ങനെ ഫസ്റ്റ് ഞങ്ങൾ 2 ആണ് ഞങ്ങൾ ഡബിൾ ആക്കണം അപ്പൊ ഞങ്ങൾ 4 കിട്ടർ പ്ലസ് 2 പെൺമക്കൾ ഞങ്ങൾ ആഡ് ആക്കണം ടോട്ടൽ ഞങ്ങൾക്ക് കിട്ടർ 6 എത്തിക്കറ് അല്ലെ അതിന് ഞങ്ങൾ ഡിവൈഡ് ആക്കണം ഉമ്മറ വൈഫർ ഷെയർ എടുക്കണം 1/8 is equal to എത്ര എത്തിക്കറ് 6 into 8 എത്ര 42 second wife and her daughter ಅರ್ಥ ಆಯ್ತಿಲ್ಲ ಓಕೆ ಎನಿವೇಸ್ 48 എത്തിക്കറ് നമുക്ക് ഷെയർ കിട്ടുന്നത് അല്ലെ അപ്പൊ ഈ 48 എങ്ങനെ എത്തിക്കറ് ഞങ്ങൾ ഡിവൈഡ് ആക്കുന്നത് ഫസ്റ്റ് ഉമ്മറ ഷെയർ എത്ര ഉണ്ട് 1/8 ഉണ്ടായെങ്കിൽ അതിനുള്ള ഉമ്മക്ക് കൊടുക്കുക ഉമ്മറ ഷെയർ എത്ര അവർ ചെല്ലರು ಆಲ್ರೆಡಿ ನಂಗೆ ಕ್ಯಾಲ್ಕುಲೇಟ್ ಹಾಕಿತ್ತು ನಾನು ನಿಂಗೆ ಕಾಟಿ ಅವರ ಎಕ್ಸಾಂಪಲ್ ಇನ್ಶಾಲ್ಲ ಇದ್ರು ನಿಮಗೆ ಚೆಲ್ಲೋಗು ಕಷ್ಟ ಆಗಲ್ಲ ಉಮ್ಮರ ಶೇರ್ ಎತ್ತರ 1/8 ഉണ്ടായെങ്കിൽ എത്ര ಅವರು yes 6 is 48 ಉಮ್ಮರ ಶೇರ್ ಎತ್ತರ ಅವರು 6 ಅವರು ಬಾಕಿ ನಂಗೆ ಎತ್ತರ ಐತಿ ಉಳಿರೋದು എത്ര ബാക്കി അവർ ഉമ്മറ 6 ഷെയർ കൊടുത്തോൾ പിന്നെ 42 ഷെയർസ് ബാക്കി അവർ അല്ലേ shares ബാക്കി അവരോ 42 shares ബാക്കി അവരോ 42 shares നമുക്ക് ബാക്കി അവർ ഈ 42 shares ആണെങ്കിൽ എന്താക്കണു ഡിവൈഡ് ആക്കണം എത്രല് നമുക്ക് കിട്ടിയതായ ഷെയർ എത്ര എത്തിക്കറ് നമുക്ക് ഷെയർ കിട്ടിയോ 6 ഷെയർസ് എത്തിക്കറ് കിട്ടിയത് ആൺമക്കളും പെൺമക്കളും ജോയിൻ ಸೇರಿയെങ്കിൽ 6 ഷെയർ എത്തിക്കറ് നമുക്ക് കിട്ടിയത് അപ്പൊ ഓരോ ഷെയർ എത്ര ಅವರು കണക്കാക്കൂ ഓരോ ഷെയർ എത്ര ക്യാരി ആക്കറ് 7 shares മാഷാഅല്ലാഹ് വെരി ഗുഡ് 7 ഷെയർ എത്തിക്കറ് ക്യാരി ആക്കறது അപ്പൊ ഓരോ പെണ്ണിಗೆ എത്ര ഷെയർ കിട്ടറ് 7 ഷെയർ കിട്ടറ് അല്ലേ സോ 7 plus 7 ടോട്ടൽ എത്ര
ಜೆಂಡ್ ಪೆಣ್ಮಕ್ಕ 14 ಶೇರ್ ಆಣ್ಮಕ್ಕಗೂ ಜೆಂಡ್ ಆಣ್ಮಕ್ಕುಲ್ಲಾರು ಅಪ್ಪ 7 ರೋ ಡಬಲ್ ಹಾಕೋಣ 14 ಪ್ಲಸ್ 14 ಎತ್ತರ 28 14 plus 28 ಎತ್ತರ 42 20 28 plus 14 42 നമുക്ക് കിട്ടിയ ആൻസർ യെസ് ഈ രൂപത്തിൽ ആയിത്തിക്കറ് ഞങ്ങ ഷെയർ ഡിവൈഡ് ആക്കുന്നത് എല്ലാവരും ക്ലിയർലി പിടിയതല്ലേ യെസ് ഈ ക്വസ്റ്റ്യൻ പാട്ട് ഒരാൾ കേട്ട് തിന്ത് അപ്പ ಕ್ಲಿಯರ್ ಆಯ್ತು ನಾ ಬೇರಿಕ್ರ ನಾ ಸೊ ಚೊಮ್ಮ ಈಸಿ ಐತುಲ್ಲದ ಕ್ಯಾಲ್ಕುಲೇಷನ್ ಚೊಮ್ಮ ಡಿಫಿಕಲ್ಟ್ ಹಾಕೊಂಡು ನಂಗೆ ಎಲ್ಲ ಆ ತರ ಈಸಿ ಐತೆ ನಂಗೆ ಇದರಿಂದ ಹಾಕಿ ಹೋಗ ಚೊಮ್ಮത്തെ ಎಕ್ಸಾಂಪಲ್ ನಂಗೆ ಇದ್ರಮೇ ಯೂಸ್ ಹಾಕ ಚೊಮ್ಮ ಈಸಿ ಅವ್ರು ಅವಲೆ ಇನ್ಶಾಲ್ಲ ಅಪ್ಪ ಇನ್ಹೆರಿಟೆನ್ಸ್ ಚೆನ್ನಂಗೆ ವಾರಿಸ್ ವಿರಾಸತ್ರ ನಂಗೆ ಡಿವೈಡ್ ಹಾಕೋರು ಚೊಮ್ಮ ಕಷ್ಟತ್ತು ಮಸಾಲೆಂದು ಅಲ್ಲ ಆ ತರ ನಂಗೂ ಅದರ ಕ್ಲಾರಿಫೈ ಹಾಕೋಗ ಅವರು ನಂಗೆ ತೀರ್ಕೋಗ ಅವರು ಮುಖ್ಯമായിട്ട് ഞങ്ങളാരും ഡോങ്കി ആക്കറാറ അല്ലെങ്കിൽ ഞങ്ങളെ സ്വത്ത് ഞങ്ങൾക്ക് കിട്ടാണ്ടിക്കറ ഞങ്ങളെ ഹക്ക് ബാരങ്ക് കൊടുക്കുക അവರ ചെന്തുള്ളത് ഞങ്ങ ಜಾಗೃತಿ ഞങ്ങ കൊടുക്കണായതേ തിക്കർ ഇൻഷാല്ല അപ്പൊ ഇതേ തിക്കർ ജന മൂന്ന് എക്സാമ്പിൾ ನಾನು ನಿಂಗೆ ತನ್ನದು ಇನ್ನು ಮುಖ್ಯമായിട്ട് ಲಾಸ್ಟ್ ಓವರ್ ಸ್ಲೈಡ್ ಐ ತಿಕ್ಕರ್ ನಕ್ಕೆ ಕಾಟುಗೊಳ್ಳೋದು ನೋಕರು ಮರ್ಚೋ ಆಲಗ್ ಮೋನ್ ಉಂಡುಂಟಾಯಂಗ್ ಆ ಮೋನ್ ಗೈ ತಿಕ್ಕರಿ ಎಲ್ಲಾ ತಾಣ ಯಾರ ಹಕ್ಕುಲ್ಲದು ಅಪ್ಪ ಆ ಮರ್ಚೋ ಆಲಗ್ ಬೇರೆ ಆರೆಲ್ಲ ರಿಲೇಟಿವ್ಸ್ ಉಲ್ಲಾರ അങ്ങ ആർക്കും കിട്ടില്ല മറിച്ചോ ആൾക്ക് മോൺ ഉണ്ടുണ്ടായെങ്കിൽ ഒരു മോണ് രണ്ട് മോണ് മൂന്ന് മോൺ ഉണ്ടുണ്ടായെങ്കിൽ മറിച്ചോ ആള് വേറെ റിലേറ്റീവ്സ് ആർക്കും ഒരു സ്വത്തും കിട്ടില്ല എക്സെപ്റ്റ് ഈ ബ്രാക്കറ്റിലുള്ളതായ ആൾമാരല്ലാണ്ട് ആരല്ല അബ്ബ ഉമ്മ ഡോട്ടർ മറിച്ചോ ആള് മോളു മോണ്ട മോളല്ല മറിച്ചോ ആള് മോളു അതേപോലെ മറിച്ചോ ആളോ ഹസ്ബൻഡ് അല്ലെങ്കിൽ മറിച്ചോ ആളോ വൈഫ് ഇങ്ങ അല്ലാണ്ട് ആ മറിച്ചോ ആൾക്ക് മോൺ ഉണ്ടുണ്ടായെങ്കിൽ ಬೇರೆ ಓರ್ ಆಲುಗೂ ಮೆಂದ್ರ ಗಿಟ್ಟಿಲ್ಲ ಓರ್ ಶೇರುಂ ಕಿಟ್ಟಿಲ್ಲ ಕ್ಲಿಯರ್ ಐತಲ್ಲೇ ಮರ್ಚೋ ಆಲುಗೂ ಮೋನ್ ಉಂಡು ಉಂಟಾಯಂಗ್ ഒരു മോണായെങ്കു ആവും ഒന്നരാണ് യാറ മോൺ ഉണ്ടായെങ്കാവും ഈ സർക്കിളിൽ ഉള്ളങ്ങ ഇങ്കു മാത്രമേ തിക്കറ് ഓതിപ്പോണ്ടത് വേറെ ഒരാൾക്കും കിട്ടില്ല മറിച്ച ആൾക്ക് ബ്രദർ ഉണ്ടെങ്കിലും സമ സിസ്റ്റർ ഉണ്ടെങ്കിലും സമ ആരുണ്ടെങ്കിലും സമ ഇന്ന് ഇതില് ആരായെങ്കിൽ ഇല്ലാണ്ടായെങ്കിൽ ഉദാഹരണക്ക് അബ്ബ ഇല്ലാണ്ടായെങ്കിൽ ചിലപ്പോ ബോബോ കിട്ടറ് ഉമ്മ ഇല്ലാണ്ടായെങ്കിൽ അജ്ജി കിട്ടറ് മോലില്ലാണ്ടായെങ്കിൽ ആർക്കും കിട്ടില്ല മോലിಗೆ മോൺ ഉണ്ടിട്ടാ മോനുക്കും അപ്പ ഇതേ തിക്കറ് ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ക്ലിയർ ആയിട്ട് ഞാൻ വിചാരിக்கிறேன் ഇൻഷാല്ല ഇന്നത്തെ ക്ലാസ്സിൽ ഞങ്ങൾ സ്റ്റോപ്പ് ആക്കാം ആർക്കും എന്നും ഡൗട്ട് ഇല്ലല്ലേ നല്ല ടൈം ആയിട്ട് ಬಂತು അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾ പഠിച്ചതിന്റെ മേൽ അമലാക്കുകയും അല്ലാഹു ശരീഅത്ത് ഈസി ആയിട്ട് പഠിക്കുകയും അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ ജസാക്കുമുല്ലാഹു ഖൈറൻ സുബ്ഹാനകല്ലാഹു വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ